നാളെ ഉണ്ടാവുക. കൽബെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ ഹൃദയത്തിന്റെ പുറന്തോടാണത് കൽബ് എന്ന് പറഞ്ഞാൽ. മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ചിന്തകൾ. ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഖാദിമായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി കേട്ട് പറയുകയാണ്, ഏത് സമയത്തും റസൂലുള്ളാഹി ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. പ്രവാചകന്റെ പ്രാർത്ഥന ഇതായിരുന്നത്രേ. ഏത് സമയത്തും പ്രവാചകന്റെ ദുആ ഇതാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. പടച്ചവനെ, ഹൃദയത്തിനെ മാറ്റിമറിക്കുന്ന അല്ലാഹ്, ഹൃദയത്തിന്റെ താളത്തെ തെറ്റിച്ച് കളയുന്ന പടച്ചതമ്പുരാനെ, ചിന്തകളെ മാറ്റിമറിക്കുന്ന റഹ്മാനായ അല്ലാഹ്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ, സബ്ബിത് ഖൽബി അലാ ദീനിക, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ഈ ദുആ നിരന്തരമായി പ്രവാചകനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അനസ് റളിയല്ലാഹു തആല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇവിടെ നിങ്ങൾ ഇപ്പോൾ കേട്ടത് നവാസ് മന്നാനി ഉസ്താദിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ക്ലിപ്പാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞത്, മനുഷ്യൻ്റെ മനസ്സ് സ്ഥിരമായിരിക്കുന്നില്ല എന്നാണ്. ശരിയാണ്. ആരെയും വിശ്വസിക്കാനും പറ്റില്ല. നമ്മളിപ്പോൾ കരുതുന്നത് അവൻ എൻ്റെ കൂടെയാണ് എന്ന്. അപ്പോൾ അവൻ മറ്റു വല്ലതും ചിന്തിച്ച് വേറെ ചിന്തയിലേക്ക് പോകുന്നു. അത് അവൻ്റെ സ്വന്തം അധികാരവും അവകാശവുമാണ്. അപ്പോൾ ഇവിടെ ഉസ്താദ് പറഞ്ഞതിൽ എന്താണ് നമുക്ക് കാണിക്കാനുള്ളത്? ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി നേതാവുമായ അദ്ദേഹം എന്താണ് പറഞ്ഞത്? അത് നിങ്ങൾ കേട്ടു നോക്കൂ. ഒരു തെരീക്കത്തിന്റെ ഇമാമമാര് നമുക്ക് ആവശ്യമില്ല ഒരു ജില്ലയിലും. എന്തിനാ ഇത്ര ഈ മുരീദന്മാരായി നടക്കുന്നത്? എന്തിനാ അതിന്റെ ആവശ്യം? നേരിട്ട് പടത്തോട് പറഞ്ഞാൽ പോരെ. ഞാനതിന്റെ ആളാണ്. അപ്പൊ അതുകൊണ്ട് നാസർ സാഹിബ് മലയാളത്തിൽ പറഞ്ഞു, ഇടയാളന്മാർ വേണ്ട. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്ക് അയാൾ കയറിയെത്തിയിട്ടുണ്ടാകാം. പക്ഷെ അയാൾ ഇൽമു പഠിച്ചിട്ടില്ല. അദ്ദേഹത്തോട് നമുക്ക് വിരോധമൊന്നുമില്ല, സഹതാപുണ്ട്. ഇൽമു പഠിച്ചില്ലല്ലോ എന്നുള്ള സഹതാപുണ്ട്. പഠിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത്തരം വാക്കുകൾ പറയുകയില്ലായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം രണ്ടാമത് പറഞ്ഞ എന്താണ്? നേരിട്ട് പടച്ചവനോട് പറഞ്ഞാൽ പോരെ, ഞാൻ അതിന്റെ ആളാ, ഇടയാളന്മാര് വേണ്ടെന്നാണ് അദ്ദേഹം കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞ 2-3 പോയിന്റുകൾ വളരെ പ്രധാനമായ പോയിന്റുകളാണ്, പ്രധാനമായ വിഷയങ്ങളാണ്. ഒന്ന്, എന്തിനാണ് മുരീദന്മാരായി നടക്കുന്നത് എന്ന്. പിന്നെ നമുക്ക് ഡയറക്റ്റായി അള്ളാഹുവിനോട് വിളിച്ച് ചോദിച്ചാൽ പോരെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നല്ല അർത്ഥവത്തായ കാര്യമാണ്. അദ്ദേഹം ചോദിച്ചതിൽ അദ്ദേഹത്തിൻ്റെ ചിന്ത മാറി എന്നാണ് സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവർ കരുതുന്നത്. ചിന്ത മാറിയതുമാണ്. മാറിയത് മാത്രം നല്ല രീതിയിലേക്കാണ്, നല്ല വിഷയത്തിലേക്കാണ്. അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞതിനല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്? അതല്ലേ ശരി? അവിടെ എന്താണ് തെറ്റുള്ളത്? നമ്മൾ ഇടയ്ക്ക് ഒരാളെ വെച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? അത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ, നമ്മൾ ഇടയ്ക്ക് ഒരാളെ വെച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നരകത്തിലേക്ക് പോകുമെന്നുള്ള എന്തെങ്കിലും ഒരു ഉണ്ടോ വിഷയം? കിതാബിലോ അതല്ലെങ്കിൽ ഖുർആനിലോ അതല്ലെങ്കിൽ ഹദീസിലോ ഒരാളെ ഇസ്തിഗാസ ചെയ്തില്ലെങ്കിൽ, ഒരാളെ ബർക്കത്ത് കൊണ്ടു എന്ന് ചോദിക്കാതെ ഡയറക്റ്റായി അള്ളാഹുവിനോട് അവൻ ചോദിക്കുന്നു. അതേ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ചോദിക്കുന്നു, അതിൻ്റെ ആളാണ് ഞാനെന്ന് പറഞ്ഞു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം നരകത്തിൽ പോകാൻ സാധ്യതയുണ്ടോ? അതാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ അത് നരകത്തിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ, അള്ളാഹുവിനെ നേരിട്ട് വിളിച്ചത് കൊണ്ട് നരകത്തിലേക്ക് പോകുമെങ്കിൽ
ഒരു പോയിന്റ്. രണ്ടാമത് ഇടയ്ക്ക് ഒരാളെ നിർത്താതെ ഒരാളെ നമ്മൾ ഇടയാളാക്കാതെ ഡയറക്റ്റായി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നരകത്തിലേക്ക് പോകുമെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. അത്തരം കാര്യങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും, ഒരു മുസ്ലിയാറും ഒരു ഉസ്താദോ ആരും ഒരു നേതാവോ ആരും പറയുന്നത് കേൾക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾക്ക് വലിയ വലിയ നേതാക്കൾ പ്രതികരിക്കുന്നുമില്ല. ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട പേരുള്ള ഉസ്താദ് എന്താണ് പറയുന്നത് അതും കേൾക്കാം. ചോദിച്ചത് അതാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിളിച്ചത്. ഇനി എല്ലാം കൂടി നിങ്ങൾക്ക് കേൾക്കണോ? നമ്മളെ മുജാഹിദ് സുഹൃത്തുക്കളും നമ്മളൊക്കെ മഹ്ശറയിൽ വരുമല്ലോ, അവിടുന്ന് എല്ലാവരും കൂടി എല്ലാ അമ്പിയാക്കൾക്കും സഹായത്തിന് പോകും. മുജാഹിദീങ്ങൾ ഇവിടുന്ന് സമ്മതിച്ചില്ല, അവിടുന്ന് സമ്മതിക്കുള്ള ഒരു ഉറപ്പാണ്. അങ്ങനെ അവിടെ നിന്ന് എല്ലാ അമ്പിയാക്കളെയും കാണും. അമ്പിയാക്കൾ സഹായിക്കുമോ ഇല്ലേ അവർ നമുക്ക് നോക്കണ്ടില്ല, നമ്മൾ അതിന്റെ പിന്നെ അടുത്ത് പോകും. സഹായിക്കൂല, സഹായിക്കോ ഇല്ലേ നമുക്ക് നോക്കണ്ടില്ല, നമ്മളവരെ ബഹുമാനിക്കാന്നുള്ളതാണ്. പോകും. പലരും ഞങ്ങളതിന് അർഹരല്ലെന്ന് പറഞ്ഞ് തിരിച്ചേക്കും. അത് നമുക്ക് പ്രശ്നമില്ല, അർഹത ഉണ്ടായിക്കൊള്ളണമെന്ന് നമുക്കില്ല, നമ്മളവരെ ബഹുമാനിക്കാന്നുള്ളതാണ്. അങ്ങനെ അർഹത ഉണ്ടോ ഇല്ലേ നോക്കാതെ തന്നെ നമ്മൾ. പ്രിയമുള്ളവരെ, മഹ്ശറയിൽ പോലും ആരും നമുക്കില്ല. ആദം നബി മുതൽ എല്ലാ അമ്പിയാക്കന്മാരെ എല്ലാ നബിമാരുടെ അടുത്തും നമ്മൾ പോകുമെന്നാണ് പറയുന്നത്. അവിടെ ആരും നമ്മളെ സഹായിക്കാനില്ല. അവരെല്ലാം അവരുടെ സ്വന്തം നഫ്സിൻ്റെ കാര്യത്തിലാണ്. അവരുടെ ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അതിനെപ്പറ്റി ചോദിക്കുമോ എന്നാണ് ഓരോ നബിമാരും ഓരോ കാര്യത്തിലും അവർ വല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ അവിടെ അവർ സമീപിക്കുന്നത്. അപ്പോൾ ആരും നമുക്ക് അവിടെ ഷഫാത്ത് ചെയ്യാൻ ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹ്ശറിലായതുകൊണ്ട് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഷഫാത്ത് നൽകുമെന്നാണ് നമ്മൾ എപ്പോഴേ പഠിച്ചത്, ഇപ്പോഴല്ല. ഇത് ഒരുപാട് വലിച്ച് നീട്ടി വെറുതെ ചർച്ചക്ക് വിളിച്ച് പറയുന്നത് ഇത് തന്നെയാണ്. ഒരുപാട് വർഷങ്ങളായി പറയുന്നത് ഇത് തന്നെയാണ്. ഒരു ഭാഗം അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കണമെന്ന് പറയുന്നതും മറ്റൊരു ഭാഗത്തിൽ അത് പാടില്ല എന്നും അത് പഠിക്കാത്തത് കൊണ്ടെന്നും ആ രാഷ്ട്രീയക്കാരനെ, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നേതാവിനെ പറഞ്ഞതാണ് പേരോട് ഉസ്താദ്. ഒരു ഭാഗത്ത് ഉസ്താദിൻ്റെ മനസ്സും അതുപോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്നുണ്ട്. ഒരു പ്രാവശ്യം എവിടെയെങ്കിലും അദ്ദേഹം ഒരുപാട് കറാമത്തുകൾ പറയും, പിന്നെ വേറൊരു ഭാഗത്ത് അത് പറയാൻ പാടില്ല, അത്തരം കറാമത്തുകൾ പറയാൻ പാടില്ല. കൂറത്ത് തങ്ങളുടെ വിഷയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വീഡിയോകൾ ഉള്ളതാണ്. എല്ലാം കാണിക്കാൻ ഇവിടെ സാധ്യമല്ല. അപ്പോൾ പേരോട് ഉസ്താദിൻ്റെ മനസ്സും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് ചായുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് മഹ്ശറയിൽ പോലും നമ്മളെ ആരും സഹായിക്കാനില്ല. ആരും നമ്മളെ സഹായിക്കാനില്ല എന്ന് വരുമ്പോൾ നമുക്കിവിടെ ദുനിയാവിൻ്റെ കാര്യം എന്താണുള്ളത്? ദുനിയാവിൻ്റെ കാര്യം എന്താണുള്ളത്? ഒരുപാട് സ്ഥലത്ത് പോയി ദുആ ചെയ്തവരല്ലേ ഒറ്റ രാത്രിയും കൊണ്ട്. വയനാട്ടിൽ സംഭവിച്ചത് ഒറ്റ രാത്രിയും കൊണ്ട് അവിടെയുള്ള മുസ്ലിമീങ്ങൾ സാധാരണക്കാർ എത്ര മജ്ലിസിൽ പോയവരായിരിക്കാം, എത്ര മജ്ലിസിൽ പോയവരായിരിക്കാം. മനസ്സിലാക്കണം. ആരെങ്കിലും ബാക്കി വെക്കാൻ സാധിച്ചോ? ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഒന്ന് അവിടെ ഉണ്ടോ? എന്തെങ്കിലും ഒരു അവസ്ഥ, അവരുടെ അവസ്ഥ, അവർ ഏത് രീതിയിലായിരുന്നു, ഏത് സാധാരണക്കാരനാണെങ്കിലും നല്ല മര്യാദയ്ക്ക് ജീവിച്ചു കൊണ്ടിരുന്ന ഒരാൾ, ഇത്ര ആൾക്കാർ എത്ര മജ്ലിസിൽ പോയി ദുആ ചെയ്യാൻ പണം കൊടുത്ത് അവിടത്തേക്ക് ബസ്സിലോ പോയി അതിൻ്റെ അഡ്മിന്മാരായും അതിൻ്റെ നേതാക്കളായും അവിടേക്ക് ആൾ കൂട്ടാൻ അതുപോലും ചെയ്തവരുണ്ടാകാം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഖുദ്റത്തിനെയാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഉസ്താദന്മാർ ആലിമീങ്ങൾ അതാണ്, നമ്മളല്ല. നമ്മളിത് ഓരോന്ന് കാണുമ്പോൾ പറയാതെ നിർവാഹമില്ലാതെ പറയുന്നതാണ്. നിങ്ങൾ തന്നെ നല്ല രീതിയിൽ പറഞ്ഞാൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്ന യാതൊരു അവകാശമില്ല, പറയേണ്ടതുമില്ല, പറഞ്ഞാൽ അത് ശരിയാവുകയുമില്ല. നമുക്കൊന്നും അറിയാത്തവരാണ് നമ്മൾ. എങ്കിൽ നമ്മൾ മനസ്സിലാക്കി നോക്കുമ്പോൾ, ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മളെ പടച്ചത് അള്ളാഹുവാണ്, നമ്മളെ സംരക്ഷിക്കുന്നതും അള്ളാഹുവാണ്. ആ ഒലിച്ചു പോയതിൽ ഒരുപാട് ആൾക്കാരെ ബാക്കി വെച്ചതും അള്ളാഹുവാണ്, ഒരുപാട് ഒലിച്ചു പോയതും അള്ളാഹുവാണ്. ആ ഒലിച്ചു പോയ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആഖിറത്തിൽ അവർക്ക് സ്വർഗം കൊടുക്കുന്നതും അള്ളാഹുവാണ്. അവർ ഒരു തെറ്റും ചെയ്യാതെ ഒരു രാത്രി ഉറങ്ങിയ മുതൽ പാതിരാത്രിക്കാണ് അവർ എണീച്ച് നോക്കുമ്പോൾ
എണിച്ച് നോക്കാനേ ഇല്ല. ആ സന്ദർഭം നല്ല ഉറക്കമുള്ള സമയത്താണ് അവർ ഒലിച്ചു പോയത്. അതിൽ മരണപ്പെട്ടവർ എല്ലാം സലാമത്തായി. ഇവിടെ ബാക്കിയുള്ളവരും അതുപോലെ തന്നെയാണ്. അവർ വേദനിച്ച വേദനകൾക്കും അവർ പശ്ചാത്താപിക്കുന്ന അവരുടെ സ്വത്ത്, അവരുടെ മുതൽ, അവരുടെ മക്കൾ ഇല്ലാതായതും ഇതെല്ലാം അവർ വിചാരിക്കുമ്പോൾ, അവർ കരുതുമ്പോൾ അതിനെല്ലാം അള്ളാഹുവിന് സഹായമുണ്ട്. നമുക്കിവിടെ ദുനിയാവ് ശാശ്വതമല്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ആദ്യം ബഹുമാനപ്പെട്ട നവാസ് മന്നാനി പറഞ്ഞതും അതാണ്. മനുഷ്യൻ്റെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരമായിരിക്കില്ല എന്നതിൻ്റെ അർത്ഥം. സ്ഥിരമായിരിക്കാൻ എങ്ങനെയാണ് ഇരിക്കാൻ? പണ്ഡിതൻ പറയുന്നത് അള്ളാഹുവിനോട് മാത്രം ഖുർആനും ഹദീസും ഓതി നല്ല രീതിയിൽ ഒരു ഭാഗത്തുള്ള സമസ്തക്കാർ പറയുന്നതും അതുപോലെ മറ്റേ ഭാഗത്തുനിന്ന് പറയുന്ന മുജാഹിദുകളും അവരും പറയുന്നത് ഖുർആനും ഹദീസും എല്ലാം ഓതിയും കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നാണ്. അവർ കള്ളം പറയുന്നതാണ് എന്ന് പറയുന്ന മറുഭാഗത്തിലുള്ളവർ. ചില അവസരത്തിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് സപ്പോർട്ട് ചെയ്യുന്നു, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണം. ഇവിടെ മാഷാൽ തന്നെ നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ലാതെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ നമുക്ക് ഷഫാഅത്തിന് കിട്ടുന്നതാണെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ എന്തിനാണ് ഔലിയാക്കൾ? അവിടെ ചോദ്യം വരുന്നതാണ്. എങ്കിലും നമ്മൾ ചെയ്യുന്ന ദുആകൾക്ക് ഫലമുണ്ട്, അതൊരു ഇബാദത്താണ് എന്ന് പോലും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറയുന്നു. നമ്മൾ ദുആ ചെയ്യുന്നതിൽ ഫലം കിട്ടാൻ വേണ്ടിയല്ല. ഈ ദുനിയാവിൻ്റെ ഫലം ഒന്നും കിട്ടിയിട്ട് കാര്യവുമില്ല. ദുനിയാവിൻ്റെ ഫലം കിട്ടാനില്ല. എല്ലാം അള്ളാഹു നമുക്ക്, എല്ലാം ഇവിടെ അള്ളാഹു തന്നെയാണ് തരുന്നത്. എവിടെ നീ പോയാലും പോയില്ലെങ്കിലും. നമ്മുടെ നാട്ടിൽ ഒരാൾ രാവിലെ പോയി, അദ്ദേഹം ചുമട്ടുകാരനാണ്, കിൻടോൽ പോലും കിൻടോൽ അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എവിടെയും പോകുന്നില്ല. രാത്രി വന്ന് നമസ്കരിക്കുന്നു, സമാസമയത്ത് നമസ്കരിച്ച്, പിന്നെ ബാക്കിയുള്ളത് രാത്രി നമസ്കരിച്ച് ഖുർആൻ ഓതുന്നു. പിന്നെ പകൽ മുഴുവനും അദ്ദേഹം ജോലിക്കാണ് പോകുന്നത്. എവിടെ പോകാനും അദ്ദേഹത്തിന് സമയമില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം പോറ്റി വളർത്താൻ. അദ്ദേഹം നരകത്തിലാണോ? അദ്ദേഹം ചോദിക്കാൻ എവിടെ പോകാൻ സമയമില്ല. അദ്ദേഹം അള്ളാഹുവിനോട് മാത്രമാണ് ചോദിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇത്ര കാര്യങ്ങളെ ഒരു എക്സ്പീരിയൻസിൽ, നമ്മളെ ഒരു സർവീസിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്നു. അതുകൊണ്ട് എല്ലാ പണ്ഡിതന്മാരും ഒറ്റ കാര്യമേ പറയാനുള്ളത്, പറയേണ്ടതുമാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. അത് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ മറ്റുള്ളവരെ ആരെയും നമ്മൾ നിസ്സാരപ്പെടുത്തേണ്ടതോ അത് ഔലിയ അല്ല എന്നോ ഔലിയ ആണെന്നോ പറയാൻ നമുക്കൊരു അവകാശമില്ല. ഔലിയ ആണെങ്കിൽ വലിയ ആണെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. നമുക്കാരെയും ഔലിയ ആക്കാനുള്ള അവകാശമില്ല. പിന്നെ എല്ലാവരും മരണപ്പെട്ടവരെ, ഒരു സാധാരണക്കാരനാകട്ടെ ഒരു ആലിമാകട്ടെ തങ്ങളാവട്ടെ, എല്ലാവരും നമ്മൾ മരണപ്പെട്ടവരെ ബഹുമാനിച്ചേ പറ്റൂ. ബഹുമാനിക്കണം. അവരെ നിസ്സാരപ്പെടുത്താനും പാടില്ല. അവരെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നത് പോലെയോ അവരെ പരിഹസിക്കുന്നത് പോലെയോ ചെയ്യുന്നത് ആരാണ്? ഈ കറാമത്ത് പറച്ചൽക്കാരാണ്. അവരുടെ പേരിൽ കറാമത്ത് പറയുന്നു. അപ്പോൾ മറ്റേ വിഭാഗത്തു നിന്നാണ് പറയുന്നത്, വിമർശിക്കുന്നത്, കുറ്റം പറയുന്നത്. അതിന് കാരണം ഈ കറാമത്തിൻ്റെ കച്ചവടക്കാരാണ്. അതിനെ നിർത്തുക. നല്ല രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. നല്ല രീതിയിൽ നിങ്ങളുടേതായിരിക്കുന്ന പ്രഭാഷണം ആയിരിക്കണം, അള്ളാഹുവിലേക്കായിരിക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ആരെങ്കിലും ഒരു കറാമത്ത് പറയുന്നവരോ കറാമത്തിൻ്റെ കച്ചവടക്കാരോ ഇതിൻ്റെ ഈ വയനാടിൽ എത്ര ദുരിതങ്ങൾ സംഭവിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? വല്ല മാളത്തിലാണ്. പിന്നെയും എനിക്ക് ആവർത്തിച്ചു പോകുന്നു പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും മനസ്സിലാക്കണം. എല്ലാവരും സാധാരണക്കാർ നല്ലപോലെ മനസ്സിലാക്കി അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുത്ത് അള്ളാഹുവിനോട് മാത്രം ചോദിച്ച് നിങ്ങൾ നല്ല രീതിയിലുള്ള ജീവിതം, അതാണ്. എവിടെയും വേസ്റ്റാക്കാൻ പോകരുത്. സ്ത്രീകളെ കയ്യിലും അതുപോലെയാണ്. വേസ്റ്റാക്കുന്ന, സ്വന്തം വയറ് നിറക്കാൻ വേണ്ടി മജ്ലിസുകൾ ഉണ്ടാക്കുന്ന, സലാത്ത് മജ്ലിസ് അതുപോലെയുള്ളതെല്ലാം സ്വന്തം ജീവിതത്തിന് വേണ്ടി മാത്രം ഓരോ സ്ഥാപനങ്ങൾക്കോ ഒരു യതീമക്കൾക്കോ വേണ്ടി എന്തെങ്കിലും ചെയ്ത് അവിടെ കിട്ടുന്നതിന് അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ വലിയ വിഷയമല്ല. ഇത് സ്വന്തം വയറ് നിറക്കാനും അവരെ കൊണ്ടുപോകാനും, കാറിൽ കൊണ്ടുപോകാനും ഡ്രൈവറും, അതുപോലെ അവരെ മൊബൈൽ പിടിക്കാൻ ആളും, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ
ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതാണ്, ഇത്തരം കാര്യങ്ങൾക്ക് ആരും സഹായിക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർക്ക് നമ്മളെ പോലെ തന്നെ അവർക്ക് നല്ല ജോലി ചെയ്തോ ബിസിനസ് ചെയ്തോ ജീവിക്കാം, അതല്ലെങ്കിൽ പള്ളിയിൽ ഖത്തീബോ മുദരിസോ ആയി ജോലി ചെയ്യാം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.